ഏതായാലും നിലമ്പൂരിൽ കാത്തിരുന്ന ആ വലിയ യുദ്ധം അവസാനിച്ചു. ഇനി വിധിയറിയാൻ വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇതിനിടയിൽ പല പരാതികളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ശശി തരൂരിന്റെ പരാതിയെ കുറിച്ചാണ്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസമാണ് അതൃപ്തി പരസ്യമാക്കി ശശി തരൂർ MP എത്തിയത്. നിലമ്പൂരിൽ പ്രചരണത്തിന് പാർട്ടി ക്ഷണിച്ചില്ലെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ക്ഷണിച്ചാൽ പോകുമായിരുന്നുവെന്നും തരൂർ കൂട്ടിച്ചേർത്തിരുന്നു. പാർട്ടി നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും ഇക്കാര്യം പാർട്ടിയിൽ ചർച്ച ചെയ്തു തീർക്കുമെന്നും തരൂർ പറഞ്ഞു. എല്ലാ മുതിർന്ന നേതാക്കളും മിക്ക കോൺഗ്രസ് MPമാരും നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണത്തിനു വേണ്ടി എത്തിയിട്ടും തരൂരിനെ കാണാത്തത് ചർച്ചയായിരുന്നു. ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും തരൂരിന്റെ പുതിയ നീക്കങ്ങളിൽ അതൃപ്തിയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യം സംസാരിച്ചത്. ഇത്തരം തിരക്കുള്ള ഘട്ടങ്ങളിൽ വരുന്നുണ്ടോ, പ്രോഗ്രാം ഇടണം എന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. വയനാട് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു. മണ്ഡലത്തിലെത്തുന്ന നേതാക്കൾക്ക് എന്തൊക്കെയാണ് പ്രോഗ്രാം എന്ന നേതൃത്വം പ്രാദേശികമായി ആലോചിച്ച് തീരുമാനിക്കുകയാണ് ചെയ്യുക. എന്നാൽ നിലമ്പൂരിൽ അങ്ങനെ ഉണ്ടായില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞത്. ക്ഷണം വന്നിട്ടാണ് ഞങ്ങളും പ്ലാൻ ചെയ്യാറുള്ളത്. മര്യാദയോടെ പെരുമാറുന്ന വ്യക്തിയാണ് താൻ. ക്ഷണിച്ചാൽ പോകും, ക്ഷണിക്കാത്തിടത്ത് പോകാറില്ല. കോൺഗ്രസിന്റെ മൂല്യങ്ങൾ, പാർട്ടി പ്രവർത്തകർ എന്നിവയൊക്കെ എനിക്ക് വലിയ അടുപ്പമാണ്. 16 വർഷമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. കോൺഗ്രസുമായുള്ള തന്റെ അടുപ്പത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം വേണ്ടെന്നും ശശി തരൂർ എടുത്തു പറഞ്ഞു. ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വവുമായി തനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പാർട്ടിയിൽ സംസാരിക്കുകയാണ് ചെയ്യുക. ഇപ്പോഴിത് ചർച്ച ചെയ്യേണ്ട സമയമല്ല. UDF സ്ഥാനാർത്ഥി വിജയിക്കണം. പ്രവർത്തകർ നന്നായി നിലമ്പൂരിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വരട്ടെ എന്നും തരൂർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചത് വിദേശ സന്ദർശനത്തെക്കുറിച്ചും അവിടെ നടന്ന ചർച്ചയെ പറ്റിയുമാണ്. മറ്റു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ദേശീയ താല്പര്യമാണ് വലുത്. 2014ലും ഇക്കാര്യം താൻ പറഞ്ഞതാണ്. എന്റെ ലൈൻ മാറിയിട്ടില്ല. രാജ്യത്തിന്റെ വിഷയം വരുമ്പോൾ രാജ്യത്തിന് വേണ്ടി സംസാരിക്കണം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വേളയിൽ പറഞ്ഞത് വ്യക്തിപരമായ കാര്യമാണ്. രാജ്യത്തിനു വേണ്ടി സർക്കാർ ആവശ്യപ്പെട്ടാൽ സേവനം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പാർട്ടി ആവശ്യപ്പെട്ടില്ല. പക്ഷേ സർക്കാർ വിളിച്ചതുകൊണ്ടാണ് പോയത്. അഭിമാനത്തോടെയാണ് കടമ ചെയ്തത്. പാർട്ടി നേതൃത്വം നേരിട്ട് തന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല. നിർഭാഗ്യവശാൽ തെറ്റിദ്ധാരണയുണ്ട് എന്ന് കണ്ടുവെന്നും ശശി തരൂർ പറഞ്ഞു. അതേസമയം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. വിജയമല്ല, ഭൂരിപക്ഷം എത്ര എന്ന ചർച്ചയിലാണ് അവർ. കുറഞ്ഞ ഭൂരിപക്ഷം 15,000 ലഭിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു. VD സതീശൻ ഇക്കാര്യം ശരിവെക്കുകയും ചെയ്തതാണ്. 15,000-ൽ കുറയാത്ത ഭൂരിപക്ഷം ലഭിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോൾ സർക്കാരിനെതിരായ വികാരം കൂടി ആഞ്ഞടിക്കുമ്പോൾ ഇനിയും ഭൂരിപക്ഷം കൂടുമെന്നും ചിട്ടയായ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നും VD സതീശൻ ചൂണ്ടിക്കാട്ടി. അതേസമയം 2026ലേക്കുള്ള ചൂണ്ടുപലകയാകും നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു. PV അൻവർ അടക്കമുള്ളവർ അപ്രസക്തരായി. UDFന്റെ ഭൂരിപക്ഷം 15,000 മുതൽ 20,000 വരെ ആയിരിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം നിലമ്പൂരിൽ നേടുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA യും പറഞ്ഞിരുന്നു.